ഫാർമ PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി, രജിത് കപൂർ, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ക്രൈം ഡ്രാമ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. KP വിനോദ് എന്ന ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ കഥയാണിത്. ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലിക്ക് കയറിയ വിനോദ് അവിടെ തിരിച്ചറിയുന്ന ചില രഹസ്യങ്ങളൊക്കെയാണ് ഈ സീരീസ് പറയുന്നത്. ഒറ്റവാക്കിൽ ഒരു ഡീസന്റ് മെഡിക്കൽ ക്രൈം ഡ്രാമയാണ് ഫാർമ. ആദ്യത്തെ കുറച്ചൊരു ഫീൽ ഗുഡ് സംഭവങ്ങളും പിന്നെ സ്വലേ സിനിമയുണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന ചില ഐറ്റംസ്, അതായത് പണ്ട് ട്രെയിനി ആയിരുന്നപ്പോഴും പിന്നെ മാനേജർ ആയപ്പോഴുള്ള ഒരു സ്വഭാവ മാറ്റമൊക്കെ, അതൊക്കെ കണ്ടപ്പോൾ ഇത് വലിയൊരു സുഖമില്ലല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ നിവിൻ പോളിയുടെ ആക്ടിംഗ് ഒക്കെ അപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അത് ക്രൈം പോർഷനിലേക്ക് വന്നപ്പോഴേക്കും അതുപോലെ മെഡിക്കൽ സ്കാമുകളുടെ ഒക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊണ്ട് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയായിരുന്നു. നന്നായിട്ട് എഴുതിയ ചില നല്ല ക്യാരക്ടേഴ്സ്, അത് അഭിനയിച്ചവരുടെ നല്ല പ്രകടനങ്ങളുമാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയമാണ്, അതാണ് സെക്കൻഡ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ വിദേശ സിനിമകളും സീരീസുകളും ഒക്കെ ഒരുപാട് കാണുന്നവർക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറി അത്ര പുതുമയൊന്നുമല്ല എങ്കിലും മലയാളത്തിൽ കുറവാണ്. സോ ഇത് കണ്ടിരിക്കാനായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ സംവിധായകനും രചയിതാവുമായ PR അരുൺ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിലെ ഡീറ്റെയിലിംഗിലൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എഴുത്തിൽ ആ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഇതിലെ സംഭവങ്ങൾ വളരെയധികം നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡൊക്കെ നൈസ് ആയിരുന്നു. അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നത്, അത് കൊള്ളാമായിരുന്നു. ഒരു സെയിൽസ്മാൻ നേരിടേണ്ടി വരുന്ന പ്രഷറും പ്രശ്നങ്ങളും അതുപോലെ ബെസ്റ്റ് സെയിൽസ്മാൻ ആകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ഒക്കെ നിവിൻ പോളി തന്റേതായിട്ടുള്ള ഒരു ഹ്യൂമർ ടച്ചിൽ തുടക്കത്തിൽ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടപ്പോൾ ഒരു പഴയ നിവിൻ പോളി ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ പയ്യെ അത് സീരിയസ് ആയിട്ട് ക്യാരക്ടർ മാറുന്ന കാണാം പ്രായത്തിനനുസരിച്ച്. ഇത് 2-3 കാലഘട്ടം ഈ സീരീസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ നൈസായിട്ട് തന്നെ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് താരം പണ്ട് നമ്മുടെ അഗ്നിസാക്ഷിയിലെ ശോഭനയൊക്കെ അതിലൊക്കെ അഭിനയിച്ച രജിത് കപൂറിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിലുണ്ട്. മലയാളം അറിയാത്തതിന്റെ പ്രശ്നം ലിപ്സിംഗിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിലും അദ്ദേഹം മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൊണ്ടുവന്നത്. പക്ഷെ കുഴപ്പമില്ല. ശ്രുതി രാമചന്ദ്രൻ കിടു പെർഫോമൻസ് ആയിരുന്നു. അവരാണ് ഇതിലെ ശരിക്കുമുള്ള ഒരു ഷോ സ്റ്റീലർ എന്ന് പറയാം. ഇതിൽ ഏറ്റവും ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്ന ക്യാരക്ടറും ശ്രുതിയുടെ ഡോക്ടർ ജാനകിയാണ്. വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തോന്നി. അതുപോലെ വീണ നന്ദകുമാറിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മുത്തുമണി കിട്ടിയ റോള് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും ബിനു പപ്പുവും കൊള്ളാമായിരുന്നു. ഒരു കോഫി ഷോപ്പിലിരുന്ന് ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു സിംഗിൾ ഷോട്ട് നല്ല കിടുവായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അരവിന്ദായിട്ട് വന്ന ആലേഖ് കപൂറും ലുക്കും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ട് ആ ഒരു കഥാപാത്രത്തിന് പെർഫെക്റ്റ് കാസ്റ്റ് ആയിട്ട് തോന്നി. നരേൻ, അതുപോലെ സാഫ് ബോയ്, ശ്രുതി ജയൻ, അശ്വതി മനോഹരൻ എന്നിവരും തങ്ങൾക്ക് കിട്ടിയ റോളുകളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനന്ദ് രാമാനുജമാണ് ഇതിന്റെ ക്യാമറ, ശ്രീജിത്ത് സാരംഗാണ് ഇതിന്റെ എഡിറ്റിംഗ്. ഇടയ്ക്ക് ക്യാരക്ടറിന്റെ പുറകെ പോകുന്ന ഒരു സിംഗിൾ ഷോട്ട് ക്യാമറ മൂവ്മെന്റ് കുറച്ച് ബോറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ ചില കട്ട്സും കുറച്ച് ടൈമിങ്ങിലൊക്കെ എന്തോ ഇഷ്യൂ തോന്നി. അബ്ജക്ഷന്റെ ഒറിജിനൽ സ്കോറും ലാസ്റ്റിലെ പാട്ടും കൊള്ളാമായിരുന്നു. ഡയറക്ഷനും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ഒക്കെ ഒരു അമച്വർ ഫീൽ തോന്നിയിരുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ടെക്നിക്കൽ സൈഡിൽ അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല, പലയിടത്തും വീക്കായിട്ട് തോന്നി. അതുപോലെ ശ്രുതി രാമചന്ദ്രന്റെ കഥാപാത്രം ഒഴികെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ഒരു വലിയ ഇമോഷണൽ ഇമ്പാക്ട് നൽകാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ക്രൈമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വിക്ടിംസിനെ കുറിച്ച് വളരെ നന്നായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ വേണ്ടതാണ്. അത് കുറച്ച് മിസ്സിംഗ് ആയിരുന്നു. പിന്നെ കഥയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു പോരാട്ടമൊക്കെ ആയിട്ട് വരുമ്പോൾ നായകന്റെയും ടീമിന്റെയും ആ ഒരു പ്ലാൻ അത് അവര് എക്സിക്യൂട്ട് ചെയ്ത് അത്ര ഇഫക്റ്റീവായിട്ട് ഇതിൽ കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ കോടതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാവിത്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്റെ അറിവിൽ ഒരു കോടതിയിലും അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല, അവർ പിടിച്ച് വെളിയിൽ കൊണ്ടിരുത്തും. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് ക്രൈം ഡ്രാമ സീരീസ് ആണ് ഫാർമ. പറയുന്ന ഒരു പ്രമേയം കൊണ്ട് ഒരു ഗുഡ് വാച്ച് ആയിട്ട് തോന്നിയ സീരീസ് ആണ്. മെഡിക്കൽ ഫീൽഡിലും അതുപോലെ സെയിൽസ് ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 20 മുതൽ 25 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകൾ വീതമുണ്ട്. നമുക്കൊരു 4 മണിക്കൂറിനടുത്ത് കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.